ദൈവമേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേറിയുമായ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞത്തോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവമേ, സ്തോത്രം. പിതാവേ, അടിയങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, സ്തോത്രം. കർത്തൃസന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കാൻ തക്കോണം. ഹല്ലേലൂയ. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനം, ഹല്ലേലൂയ, അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നയിൽ കർത്താവെ താഴ്മയോടെ ഇരുന്ന കർത്താവെ, ഹല്ലേലൂയ, ഉയർച്ചയെ നന്മയെ പ്രാപിപ്പാനുള്ള കൃപ തിരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവെ, അടിയങ്ങൾ കർത്താവെ സ്വന്തം നിലയിൽ കർത്താവെ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവമേ, പുകഴ്ചയൊക്കെ പറഞ്ഞ് കർത്താവെ ഞങ്ങളെക്കാൾ വലിയവർ ആരുമില്ലെന്നൊക്കെ പറഞ്ഞ് കർത്താവെ, സ്തോത്രം, അഹങ്കരിച്ച് നടക്കുന്നവരാണ് കർത്താവെ, അഹംഭാവത്തോടെ ജീവിക്കുന്നവരാണ്. എന്നാൽ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ താഴുമ്പോൾ കർത്താവെ ദൈവം നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കുന്ന എല്ലാവരും കർത്താവെ, കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ, സർവശക്തനായ ദൈവത്തിന്റെ മുന്നിൽ താഴ്മയോടായിരിക്കാനുള്ള കൃപ എല്ലാവർക്കും നീ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം കർത്താവെ താഴ്മയോടെ ഇരുന്ന് കർത്താവെ ജീവിതത്തിൽ ഉയർച്ചയും നന്മയും, ഹല്ലേലൂയ, ദൈവ ജീവിതത്തിൽ വർധനവും വിശാലതയും പ്രാപിപ്പാൻ തക്കമുള്ള കൃപ എല്ലാവർക്കും നീ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ദൈവമേ, അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, മഹത്വം കൊടുക്കണം. സകല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.